ഹായ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ദിവസത്തിൽ 3 നേരവും, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ ഹെൽത്തി റാഗി പറാത്തയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ വരൂ, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാം. റാഗി പറാത്തയ്ക്ക് കുറച്ച് ചേരുവകൾ വഴറ്റി ചേർക്കേണ്ടതുണ്ട്. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു സവാള ചോപ്പ് ചെയ്തതും, അതുപോലെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, കൂടാതെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. ഇതൊരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണിൽ താഴെയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളകും എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, പച്ചമുളക് ചേർത്ത് കാരണം. ഇതൊരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, ചെറിയൊരു ക്യാരറ്റാണ്, അതുപോലെ ചെറിയൊരു പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതും, പിന്നെ സാലഡ് ഉണ്ടാക്കുന്ന ഒരു കുക്കുംബർ ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം നേരം ഇട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വഴറ്റിയെടുക്കണം. ചേർത്ത് കൊടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് കുക്കായി സോഫ്റ്റായി കിട്ടണം, അത്രയും മാത്രം മതി. ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇനി ഒരിക്കൽ കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കണം. ഇതാ ഇവിടെ വെജിറ്റബിൾസ് പാകമായ വിധത്തിൽ കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് ചൂടുവെള്ളം വേണം. ഇതിലേക്കായിട്ടൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് നല്ലതുപോലെ വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂടായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഓഫ് ചെയ്താൽ മതി. ഇനി വലിയൊരു ബൗളെടുക്കാം. ഇതിലേക്ക് കുറച്ച് റാഗിപ്പൊടി തട്ടി കൊടുക്കണം. കാണിച്ചിരിക്കുന്ന ബൗളിൻ്റെ അളവിൽ 1.5 ബൗൾ അളവ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു ചെറിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുകയാണ്. റാഗി പറാത്തയ്ക്ക് വേണ്ടി പ്രത്യേക രീതിയിൽ മാവ് കുഴയ്ക്കുന്നത് കൊണ്ടാണ് അധികം തിളച്ച വെള്ളം വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കി വന്ന എല്ലാ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. സ്പൂൺ വെച്ചാണ് ഞാനിവിടെ മിക്സ് ചെയ്യുന്നത്. കൈവച്ച് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, അതായത് ചേർക്കാൻ പറ്റാവുന്ന വെജിറ്റബിൾസൊക്കെ ഇതേപോലെ ചേർത്ത് കൊടുക്കാം. നാട്ടിലെ ചീരയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ ചേർത്തൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ മുരിങ്ങയിലയും ഇതൊക്കെ വെജിറ്റബിൾസിൻ്റെ കൂടെ വഴറ്റുമ്പോൾ ചെറുതായി നുറുക്കി ചേർത്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി പറാത്ത ഉണ്ടാക്കാം. ഇതിലേക്കായിട്ട് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വാഴയിലയോ കിട്ടുന്നതാണെങ്കിൽ വളരെ നന്നായിരിക്കും. എനിക്ക് വാഴയില പെട്ടെന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുപോലെ ബട്ടർ പേപ്പറും ഇല്ല. അതിന് പകരം ഫോയിൽ ഫുഡ് പാക്കറ്റിൻ്റെ ഒരു കവറാണ് എടുത്തത്. ഇത് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തതാണ്. പേപ്പറിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് വലിയൊരു റാഗി ഉരുള ഉരുട്ടിയെടുത്ത് ഇതുപോലെ കൈ വെച്ച് പരത്തി കൊടുക്കണം. നല്ല കട്ടിക്കൊന്നും പരത്തരുത്, അതേപോലെ തീരെ കട്ടി കുറഞ്ഞും പരത്താൻ പാടില്ല. ഇതേപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് പേപ്പറിൽ നിന്ന് പതുക്കെ ഇളക്കി മാറ്റിയെടുക്കണം. അത് പെട്ടെന്ന് തന്നെ വിട്ടു വരുന്നതാണ്. ഇനി ഇതിനെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ചൂടാക്കിയിട്ടിരിക്കുന്ന തവയിലേക്ക് വെച്ച് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിവശം വേവും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മറച്ചിടണം. അതുപോലെ അതും ഒരു 3 മിനിറ്റ് വെന്ത് വരുമ്പോഴത്തേക്കും വീണ്ടും ഒന്നുകൂടെ മറച്ചിടണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ചുട്ടെടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇതിന് എണ്ണ വേണ്ടാത്തവർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എണ്ണയില്ലാതെ തന്നെ ചുട്ടെടുക്കാം. നേരത്തെ വഴറ്റാൻ ചേർത്ത എണ്ണയുണ്ടല്ലോ, അത് തന്നെ ധാരാളം. അപ്പോൾ വേണ്ടാത്തവർ ആ രീതിയിൽ ചുട്ടെടുക്കണം. ഇവിടെ നല്ല ചുട്ട് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പറാത്ത മാറ്റി കൊടുക്കാം. ഇനി അതുപോലെ രണ്ടാമതൊന്ന് ചുട്ടെടുത്ത് കാണിക്കാം. ഇത് ഉണ്ടാക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്.
മിക്സിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കൈവച്ച് പരത്തി ചുട്ടെടുക്കാം. നോർത്ത് ഇന്ത്യൻസിൻ്റെ ആലു പൊറാത്ത കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് റാഗി പൊറാത്തയും. ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമാണ് എന്ന് മാത്രം. ഇവിടെ എല്ലാ പൊറാത്തയും ചുട്ടെടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു 6 എണ്ണം ഇത്രയും മാവ് കുഴച്ചതിൽ നിന്ന് ചുട്ടെടുക്കാൻ പറ്റി. ഇതിന് കറികളുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും നോർത്ത് ഇന്ത്യൻസൊക്കെ പൊറാത്ത കഴിക്കുന്നത് തൈരിൻ്റെയൊക്കെ കൂടെയാണ്. കുറച്ച് ജീരകപ്പൊടിയും ഉപ്പുമൊക്കെ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്തിരിക്കും. ഞാനിവിടെ നല്ല കട്ടി തൈരും അതുപോലെ തക്കാളി ചട്നിയും എടുത്തു വെച്ചിട്ടുണ്ട്. ചട്നി നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. റാഗി പൊറാത്ത കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ രുചികരവുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കുക. നിങ്ങൾക്കത് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.